ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അഭിമിസാണ്. മക്കളെ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അധികം സമയമില്ല, ഒരാഴ്ചയും കൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്കൂൾ ഓപ്പണിംഗ് ആണ്, സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊരു ബേസിക് ഐഡിയ നമുക്ക് വേണ്ടേ? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മിസ്സ് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്താണ് ഈ വർഷം പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സ്, ഏതൊക്കെയാണ് നിങ്ങളുടെ യൂണിറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ മിസ്സ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ഫുള്ള് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് സെറ്റാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അടിപൊളിയായിട്ട് നോക്കാം അല്ലേ? അപ്പോൾ മിസ്സ് പറഞ്ഞു വെക്കേഷനൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ ഒരു എൻജോയ്മെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തി. അപ്പോൾ എൻജോയ്മെൻ്റ് ഒന്നും നിർത്തണ്ട, നിങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചോളൂ. എന്നാലും കുട്ടിയായിട്ട് നമുക്ക് ഇപ്പോഴേ എന്താണുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലാരിഫിക്കേഷൻ വേണം, ഒരു ഐഡിയ വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്താണ് ഇവർ 6ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് ഒരു ഐഡിയ വേണ്ടേ? അതുകൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മക്കളെ നമുക്ക് മെയിനായിട്ടും 5 യൂണിറ്റാണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് നമുക്ക് 5 യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റെയിൻ ഓഫ് ലവ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്. അപ്പം ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതുപോലെ തന്നെ നമുക്കൊരു യൂണിറ്റ് തരും. ആ യൂണിറ്റിൽ 2 or 3 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. 2 പ്രോസും ഒരു പോമും ഒക്കെ ആയിട്ട് നമുക്ക് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ എന്താവും, നമുക്ക് 3 ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, റെയിൻ ഓഫ് ലവ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമിലെ എക്സാമിന് നമുക്ക് വരുന്നതും ഏതായിരിക്കും, യൂണിറ്റ് 1 ആയിരിക്കും. പിന്നെ ചിലപ്പോൾ യൂണിറ്റ് 2ൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ യൂണിറ്റ് 2 എന്താണ്, സ്റ്റിൽ വി റൈസ് എന്നാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേര്. ഇതിലും മിസ് പറഞ്ഞതുപോലെ പോമും പ്രോസും ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ 3ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലിംസസ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. കഴിഞ്ഞിട്ടില്ല, ഇനി 2 യൂണിറ്റും കൂടെ നമുക്കുണ്ട്. അത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് സെക്കൻഡ് ടേം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിയുന്ന ആ ഒരു സമയത്തും ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് നമുക്ക് പഠിച്ചാൽ മതി. എന്നാലും എന്താണെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മിസ് ഇപ്പോൾ പറഞ്ഞു തരികയാണ്. നമ്മുടെ യൂണിറ്റ് 4 ഏതാണ്, വർക്ക് ഈസ് വർക്ക്ഷിപ്പ് എന്നാണ് നമ്മുടെ യൂണിറ്റ് 4ൻ്റെ പേര്. യൂണിറ്റ് 5 ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഇതോടുകൂടി എന്താണ് നമ്മുടെ ഈ ഒരു വർഷത്തെ ഇംഗ്ലീഷ് തീർന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. മിസ് പറഞ്ഞു 2 പാർട്സ് ആയിട്ടായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് റെയിൻ ഓഫ് ലവ് ആണല്ലേ? അപ്പോൾ ഈ റെയിൻ ഓഫ് ലവിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നും കൂടെ നമുക്ക് ഇതാവുന്ന നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രോസും ഉണ്ട്, പോമും ഉണ്ട്. അപ്പോൾ ഈ കഥകൾ അതുപോലെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത്, പദ്യം ഗദ്യം എന്നൊക്കെ പറയില്ലേ, ഇതിനെയാണ് പ്രോസ് എന്ന് പറയുന്നത്. കവിതകളെയാണ് നമ്മൾ പോംസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസിലെ ഫസ്റ്റ് വൺ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്, ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ. ഓക്കെ, കേശവശങ്കര പിള്ളയുടെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ഒരു കുട്ടി പ്രോസാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അത് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കും, യാതൊരു സംശയം വേണ്ട. അതിനുശേഷം നമുക്ക് മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, അച്ചാർ അല്ലേ? ഒരു മാംഗോ പിക്കിൾ ഉണ്ടാക്കുന്ന ആ ഒരു ചാപ്റ്ററാണ് അല്ലേ? അപ്പോൾ ഹെഡിങ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, അതേപോലെ തന്നെ ചാപ്റ്റർ ഇൻട്രസ്റ്റിംഗ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അതിനുശേഷം നമുക്കൊരു കുഞ്ഞു പോമുണ്ട്, ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ എന്ന് പറയുന്നൊരു പോമുണ്ട്. അപ്പോൾ ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് സെറ്റാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് യൂണിറ്റിൽ എന്താ പഠിക്കാനുള്ളത്, സെക്കൻഡ് യൂണിറ്റ് ഒരു അടിപൊളി യൂണിറ്റ് ആണ്. നമുക്ക് സിൻഡ്രല്ല എന്ന് പറയുന്നത് നമ്മൾ കാർട്ടൂൺസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സിൻഡ്രല്ല എന്ന് പറയുന്നത് ആ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക് ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് പറയുന്ന മലാല യൂസഫ്സായിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ചും എന്ത് ചെയ്യാനുണ്ട്, നമുക്കിതാ ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആസ് യൂഷ്വൽ നമുക്ക് പോം ഉണ്ടാവും. അതുപോലെ വുമൺ വർക്ക് എന്ന് പറയുന്ന മായ ആഞ്ചലിൻ്റെ ഒരു പോമും നമുക്കിതാ ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് 2 യൂണിറ്റിൽ എന്താണ് നമുക്ക് സെറ്റാക്കാനുള്ളതെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത നമ്മുടെ ഗ്ലിംസസ് ഓഫ് നേച്ചറിൽ ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് എർത്ത്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ദ ബുക്ക് ഓഫ് നേച്ചർ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ബുക്ക് ഓഫ് നേച്ചർ എന്ന് പറയുന്ന കുട്ടി ചാപ്റ്റർ പഠിക്കാനുണ്ട്. പിന്നെ പോം ദ മൗണ്ടൻ ആൻഡ് ദ സ്ക്യൂറൽ എന്ന് പറയുന്ന കുട്ടി പോകുമ്പോൾ നമുക്ക് 3ാമത്തെ യൂണിറ്റിലുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞു അല്ലേ? ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ടിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ എന്താണുള്ളത്, ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹാൻഡ്സ് എഗ് എന്ന് പറയുന്ന ലിയോ ടോൾസ്റ്റോയുടെ ഒരു കുഞ്ഞു പ്രോസ് ഉണ്ട്. ക്ലവർ കാല എന്ന് പറയുന്ന ഒരു അടിപൊളി സ്റ്റോറി ഉണ്ട്. പിന്നെ ദ പ്ലോ മാൻ എന്ന് പറയുന്ന ഒരു കുട്ടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 4th യൂണിറ്റ് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ എന്താ നോക്കാനുള്ളത് നോക്കാം. ദ ചാം എന്ന് പറയുന്ന ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി നമുക്ക് പഠിക്കാനുണ്ട്. ഗ്ലാസ് ഓഫ് മിൽക്ക് എന്ന് പറയുന്ന അതിലും കിടുവായിട്ടുള്ള വേറൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടി പോമാണ്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ടെക്സ്റ്റ് ബുക്ക് കഥ അല്ലേ, നമ്മുടെ ഇംഗ്ലീഷ് തീർന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്ക് മനസ്സിലായല്ലേ? 5 യൂണിറ്റ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓരോ യൂണിറ്റിൽ
ഏതൊക്കെ ചാപ്റ്ററാണ്, അതൊക്കെ ഏതൊക്കെ സമയത്താണ് നമ്മൾ തീർക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇത്രയും കണ്ടുകൊണ്ട് നമ്മൾ പേടിക്കുന്നത് വേണ്ട. എന്താണ് നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് നമ്മുടെ ഫസ്റ്റ് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് യൂണിറ്റിൻ്റെ പകുതിയൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇംഗ്ലീഷ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് 6ാം ക്ലാസ്സിൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, സൈലത്തിനോടൊപ്പം ഉഷാറായിട്ട് നമുക്ക് ഇംഗ്ലീഷ് അടിച്ച് പൊളിച്ച് പഠിക്കാം. അപ്പോൾ ഏകദേശം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് മിസ്സിൻ്റെ കുട്ടികൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മൾ അറിഞ്ഞ കാര്യം എന്ത് ചെയ്യണം, ഫ്രണ്ട്സിനെ അറിയിക്കണം അല്ലേ. അപ്പോൾ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന നമുക്ക് എന്താണ് ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.